അതായത് മാനേജർ ഇസ്ലാം പബ്ലിക്കേഷൻസ് എടരിക്കോട് അവരയക്കാണ് ടു അബ്ദു കെ SHEC കുറ്റിയാടി 6735 കാലിക്കറ്റ് ഡിസ്ട്രിക്ട്. ഈ അഡ്രസ്സിൽ അയക്കാണ്. നിങ്ങളത് പ്രസിദ്ധീകരിക്കണം, നിങ്ങൾ അഡ്രസ് അയച്ചു തരണോ? നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ സമസ്തയിലുള്ള കന്യത്ത് ഉസ്താദും EK ഉസ്താദും കുത്തുബി തങ്ങളും ഒക്കെ മാനസിക രോഗിയാണ്. പിന്നെ പേരോട് പൂർണ്ണ ലൂസ്. ഈ മുജാഹിദ് മൗലവിമാരോ നിങ്ങളൊന്ന് ആലോചിക്കേണ്ടതാണ്. ഞാൻ പറയൂലേ എന്താണ്? അപ്പൊ അഡ്രസ് കത്തയൊക്കെയാണ്, നിങ്ങൾ അഡ്രസ് അയച്ചു തരണോ? എന്താ സാധനവും നിങ്ങൾ തീരുമാനിച്ചോളാം. ആർക്കാ ലൂസ് നിങ്ങൾ ആലോചിച്ചോളാം. ഇത് ഒന്ന്. ഇനി അടുത്തതാണ് വെക്കാൻ പോകുന്നത്. ലൂസ് മനസ്സിലാകാൻ കുറെ ലക്ഷണങ്ങൾ ഉണ്ടല്ലോ. ആ ലക്ഷണങ്ങൾക്ക് ഒത്തിട്ടുണ്ടോ നമുക്ക് മനസ്സിലാക്കാം. ഇനി വെക്കാൻ പോകുന്നത് സ്ക്രീനാണ്. നിങ്ങൾ ഞാൻ ആദ്യത്തെ കാര്യമായിട്ട് കേൾക്കുലങ്ങൾ നിങ്ങൾ ക്ഷമിച്ചിരിക്കേണ്ടി വരും. ഈ പിന്നിലിരിക്കുന്ന ഈ തങ്ങളടക്കമുള്ള ആൾക്കാരുണ്ടല്ലോ, ഇവരൊക്കെ നാവൂർ കാള. ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഒക്കെ കുഞ്ഞാട്. അത് വെച്ചാട്ടോ തിരിഞ്ഞു നോക്കണ്ട് കുട്ടികളോട്. ശരിയല്ല ഞാൻ പറയുന്നത്. അപ്പൊ നാവൂരിക്കാളെ തലയാട്ടും പോലെ പിന്നിലുള്ളവരൊക്കെ. അപ്പൊ മൂപ്പർക്ക് സന്തോഷമായി. ആണ് കഴിഞ്ഞിട്ട് മൂപ്പര് ഒരു ഒച്ചയിനിടും. അപ്പൊ ആൾക്കാരൊക്കെ ഇവിടെ അല്ലാഹു അക്ബർ. അപ്പൊ മൂപ്പരോട് കോൾമയിർ കൊള്ളും. കുഞ്ഞാടുകളുടെ തക്ബീർ കേട്ട് മൂപ്പര് ഇങ്ങനെ ആവേശം കൊള്ളും. അത് തക്ബീറുകളുള്ളവർക്ക് കുഞ്ഞാടുകൾ. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ബേക്കുന്ന തലയിട്ട് നോക്കാൻ നാവൂർ കാളകള്. നാവൂർ കാളകൾ. ഇതാണ് വേറൊന്ന്. ഇതെല്ലാം എന്തിന്റെ ലക്ഷണം നിങ്ങൾ ആലോചിച്ചോ. ഇനി മൂപ്പര് പറയുന്നത് പേരോടുകൂടെ പ്രസംഗിച്ചിട്ട് ഒരു ഈ സ്ക്രീന് കൊണ്ടുവന്ന് വെച്ച് എന്നെ പറ്റി ഒന്നും കാണിക്കാനില്ല. ഞാൻ കാണിക്കാനില്ലാഞ്ഞിട്ടല്ല, മൂപ്പര് കാണിക്കാൻ മാത്രം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത്. കാണിക്കാൻ മാത്രം ഉണ്ടെങ്കിലല്ലേ കാണിക്കല്. അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാതില്ല. മൂപ്പർക്ക് ഒരു ധാരണ എന്നെ പറ്റി ഒന്നും കാണിക്കാനില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് കാണിക്കൽ എന്നെ ഏത് പരിപാടി. അടുത്തത് അതൊന്ന് മൂപ്പരെന്നെ പറയട്ടെ. മൂപ്പരെ പറ്റി ഒന്നും കാണിക്കാറില്ല. മൂപ്പർക്ക് ഇന്നെ പറ്റി ഒന്നും കാണിക്കാനില്ല. അപ്പൊ മൂപ്പര് കിട്ടിയത് തന്നെ എന്നുള്ള നിലക്ക് പിന്നെയും മൂപ്പര് അതന്നെ പിന്നെയും കാണിക്കും. കുട്ടികളോടെ ഒന്നും കാണിക്കണം, ഒന്നും കൂടി കേൾപ്പിച്ചു കൊടുക്കേ എന്നിട്ട് എന്റെ സൗണ്ട് ഇങ്ങനെ കേൾപ്പിക്കുക. എന്താ ആ അബദ്ധം ആർക്കും സംഭവിക്കൂലേ സുഹൃത്തുക്കളെ? മൂപ്പർക്ക് പറ്റുന്നതല്ല അബദ്ധം. എനിക്ക് കേട്ടോളെ, മൂപ്പര് ഇനി ഞാനൊന്ന് കാണിക്കാൻ പോവാൻ. എന്താ കാണിക്കുന്നല്ലോ, നാലാമത്തെ വന്ന ഹുസൈൻ സലഫി അറബികളുടെ മുന്നിൽ എങ്ങനെയായിരിക്കും ഒരു കോല കാണിക്കാൻ പോകുന്നത്. അതായത് ഇവിടുത്തെ കോലവും അതുപോലെ അറബികളുടെ മുന്നിലുള്ള കോലവും ഒരാളെ കാണിക്കുമ്പോൾ ശരിക്കും കോലം കാണിക്കണ്ടേ? കാണിക്കണമെന്ന് അയാൾക്ക് നിർബന്ധമാണല്ലോ. അപ്പൊ അയാള് അറബികളുടെ മുന്നിൽ അയാളുടെ കോലം എങ്ങനെയാണ്, ഇവിടുത്തെ കോലം ഇവിടുത്തെ കോലങ്ങൾ തന്നെ കണ്ടുകാണല്ലോ. അപ്പൊ അതെങ്ങനെയാണ് ഇനി മൂപ്പരുടെ കോലം കാണിക്കാൻ. കാരണം എന്താണെന്ന് ചോദിച്ചാല് ഒരാൾക്ക് ലൂസ് ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാകുക. കോലല്ല ഇങ്ങനെ ഒരു ദിവസം ഒരു കോലം, വേറൊരു ദിവസം വേറൊരു കോലം, മറ്റൊരു സ്ഥലത്ത് വേറൊരു കോലം, അങ്ങനെയാകുമ്പോൾ നമ്മൾ ഇയാൾക്ക് റെഡി ഉണ്ടോ ഇല്ലാതെ തീരുമാനമാകുക. അപ്പൊ അതുകൊണ്ട് ഇനി കാണിക്കാൻ പോകുന്നത് കോലാണ്. ഞാൻ പറയാം എപ്പ അറിയോ, എന്താ വിഷയം എന്നറിയോ? അതും പറയാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഡെൻമാർക്കിൽ ഒരു കാർട്ടൂൺ വരച്ച് പ്രസിദ്ധീകരിച്ചു. അല്ലാഹുവിന്റെ റസൂലിനെ ക്രൂരനായും അതുപോലെ സ്ത്രീലംബടനായും ഒക്കെ ചിത്രീകരിക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒരു കാർട്ടൂൺ വരച്ചു. ആ കാർട്ടൂൺ വരച്ചതിനെതിരെ മുസ്ലിം ലോകം മുഴുവനും വികാരം കൊണ്ട് അതൊരു വലിയ ആഗോള പ്രശ്നമായി. അപ്പൊ ആ സമയത്ത് മുജാഹിദുകൾ ഒന്നും പറയാതിരുന്നാലും നമുക്ക് നബിയോട് സ്നേഹമില്ലാന്ന് ആൾക്കാർക്ക് തോന്നൂലേ? അപ്പൊ അതിനുവേണ്ടി മുജാഹിദുകൾ ചില പരിപാടിയൊക്കെ സംഘടിപ്പിച്ചു. അതിലൊരു പരിപാടിയിൽ അവർ പറഞ്ഞു പ്രവാചകനെ വിമർശിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. വേറെ സ്ഥലത്ത് പറഞ്ഞു പ്രവാചകൻ മഹാകുറ്റം ചെയ്യൂല, എന്തെങ്കിലും കുറച്ചൊക്കെ ചെയ്യൂ. അങ്ങനൊക്കെ പറഞ്ഞാണ് ഈ സ്നേഹം പ്രകടിപ്പിച്ചത്. അതൊക്കെ ഞാൻ കേൾപ്പിച്ചു തരും, കാണിച്ചു തരുന്നത് പഠിക്കണ്ട. അപ്പൊ അതിന് ഒരു പരിപാടി ദുബായിൽ, നമ്മളിവിടെ വലിയ പെരുന്നാളിന്റെ പരിപാടി നടത്തുമ്പോ ദുബായിൽ ഈദ്ഗാഹിന്റെ അടുക്കൽ ഒരു പരിപാടി വെച്ചു. ഈദ്ഗാഹ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇവിടുത്തെ പോലെ കന്നുകാലി ചന്തയാണെന്ന് വിചാരിക്കണ്ട. ഇത് മുനാരുണ്ട്, ഒന്നൊരുക്കാൻ സൗകര്യമുണ്ട്. അതൊക്കെ അവരെ സീറ്റ് തന്നെ കാണാൻ കഴിയും. അപ്പൊ ആ ഈദ്ഗാഹിലൊരു പരിപാടി വെച്ചു. ആ ഈദ്ഗാഹിലെ പരിപാടിക്ക് അറബികളും വരുന്നുണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോ നമ്മളെ സെൽഫി എന്ത് ചെയ്യുന്നറിയോ? ഈ തലമറക്കാതെ ഈ തെങ്ങുമ കയറുന്ന മാതിരി സ്റ്റേജുമ കയറിയാൽ അതിന്റെ ഒരു കോലം ഒരു പണ്ഡിതനാകുമ്പോൾ പ്രത്യേകിച്ചു. അപ്പൊ റസൂലുള്ളാഹിന്റെ സുന്നത്തെടുക്കാതെ ഫത്ഹുൽ മുഈനിലൊക്കെ പറഞ്ഞിട്ടുണ്ട് തലമറക്കാത്തവർ സാക്ഷിക്കേണ്ട പറ്റൂല എന്നാണ്. അങ്ങാടി തലമറക്കാത്ത മൊയ്ലാരി അല്ലെ മൗലവി
അവരൊന്നും സാക്ഷിക്കാൻ പറ്റൂലെന്നാണ്. അങ്ങാടിയിൽ നിന്ന് കെട്ടെടുക്കുന്നവർക്കും സൈക്കിൾ ഓട്ടുന്നവർക്കൊന്നും ബാധകല്ല. അങ്ങാടിയിൽ നിന്ന് പണിയെടുക്കുന്ന സാധാരണക്കാർക്ക് തലമറിച്ചില്ലെങ്കിലും അവരെ സാക്ഷിക്കെടുക്കും. പക്ഷെ ഒരു പണ്ഡിതനാവുമ്പോ അദ്ദേഹം തലമറക്കാതെ അങ്ങാടിയിലൂടെയൊക്കെ നടന്നാൽ സാക്ഷിക്കെടുക്കാൻ പറ്റൂല എന്ന് ഫത്വൽ മുയിലൊക്കെ ഉണ്ട്. അപ്പൊ ഇയാള് നമ്മൾ നാദാവത്തൊക്കെ വരുമ്പോൾ തലമറക്കാതെ വരിക. കാരണം എന്താ വെച്ചാൽ ഇത്തിബായി ജോർജ് ബുഷിനോടാണ്, അല്ലാണ്ട് അള്ളാന്റെ റസൂലിനോടല്ല.